ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. രാവിലെ നല്ല തണുപ്പുള്ള രാവിലെയാണ്. ബാൽക്കണിയൊക്കെ തുറന്ന് ബാൽക്കണിയിൽ ഇരുന്ന് മുടി ചികിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുളിർക്കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പാണ്. മഞ്ഞൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. വലുതായിട്ടൊന്നുമില്ല കേട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിൽ കയറി കുത്തിരുന്നത്. അല്ലെങ്കിൽ ബാൽക്കണിയിൽ രാവിലെ അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. തണുപ്പ് കൂടുതലാണെങ്കിൽ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പം ഏകദേശം ഒരു 7:30 തോന്നുന്നു, അത്രയും ആയിട്ടുണ്ട്. പൂജയ്ക്കും ഹസ്ബൻഡിനും ഒക്കെ ഇന്ന് പോകണമായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5:30 ആകുമ്പോഴേ എഴുന്നേറ്റു. അതുകൊണ്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഇന്ന് രാവിലെ ആയി. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ആക്കണം, ദോശ. പിന്നെ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കി വെക്കാത്തത്. പിന്നെ മിന്നൂട്ടിക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല, അവൾ അവിടെ കിടന്നിട്ട് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ദോശ ഇടാം. കിച്ചണിൽ കയറിയ പിന്നെ ഓരോരോ പണിയായിട്ട് പിന്നെ മുടിയൊന്നും കെട്ടാൻ സമയം കിട്ടില്ല. അപ്പം ഇതൊന്ന് ആദ്യം കെട്ടി വെച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോയാൽ അത് അവിടെ മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ നീർദോശയാണ്. അപ്പം നീർദോശയുടെ മാവ് കുറച്ച് കുറവായിരുന്നേ. കുറച്ച് മാവ്, ഇഡ്ഡലീൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലീൻ്റെ മാവ് ഫ്രിഡ്ജിൽ വെക്കണ സമയത്ത് അരച്ചിട്ട് നന്നായിട്ടൊന്ന് പൊന്തിയ ശേഷം ടിഫിനിൽ അങ്ങ് ഒഴിച്ചിട്ട് അടച്ചിട്ട് അങ്ങനെ വെക്കണം. ഉപ്പിടാൻ പാടില്ല കേട്ടോ. ഉപ്പിട്ടാൽ ചിലപ്പോൾ പൊന്തൂല എന്നൊക്കെ പറയുന്നത് എനിക്ക് സത്യം തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഉപ്പിടാതെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ എങ്ങനെ പൊന്തിയിട്ടാകുമ്പോൾ എങ്ങനെ അതിനകത്ത് വെച്ചോ അതുപോലെ പൊന്തിയിട്ട് നമ്മളെ മാവ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന്, ഈ ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നോൺ സ്റ്റിക്കിനേക്കാളും എനിക്ക് ഇതിലാണ് ദോശ ചുടുന്നത് ഇഷ്ടം കേട്ടോ. കാരണം ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടുകി ഈ നമ്മുടെ ഈ ദോശ ഇതിനകത്ത് ചുടുമ്പോൾ ആ വെളിച്ചെണ്ണയൊരു സ്മെല്ല് കിട്ടുമല്ലോ, അത് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ദോശ ചുടാത്തവർ ഇങ്ങനെ കല്ലിൽ ഈ ഉഴുന്നിൻ്റെ ദോശ ഒന്ന് ചുട്ടു വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഉഴുന്നിൻ്റെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നീർദോശ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം അതും ഇതും കൂടിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മിന്നൂട്ടി കണ്ടു കേട്ടോ. മിന്നൂട്ടി ആണെങ്കിൽ എപ്പോഴും ഇത് പൊന്തിയ ദോശ എന്ന് പറയലൊക്കെ, പൊന്തിയ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പൊന്തിയ ദോശ എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമാധാനപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ദോശയൊക്കെ ചുട്ടെടുത്ത ശേഷം ചായ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് തണുത്തായിരുന്നു ചായ, നേരത്തെ വെച്ചതല്ലേ. അങ്ങനെ ചായയൊക്കെ ചൂടാക്കിയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണേ. ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്ന് കുറേ എക്സ്ട്രാ പണിയുണ്ട്. കാരണം ഇപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് എക്സ്ട്രാ പണിയൊന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ആ പണികളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ഷൂ വെച്ച സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറേ തുണി അലക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും എല്ലാം ബാക്കി കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി ചെയ്യാനുള്ളതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മളെ പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് ഒരു പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ തുണി എടുത്തിട്ട് ഒന്ന് വിരിച്ചിടാൻ വേണ്ടി പോവാണ്. ഇന്ന് വലിയ വെയിലൊന്നും ഇല്ല. ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു. മഴയും ഇല്ല വെയിലും ഇല്ല, വല്ലാത്തൊരു മൂടം മാത്രം കാണുന്നുണ്ട്. എന്നാലും തുണി ഇന്നലെ അലക്കാത്തതുകൊണ്ട് ഇന്ന് ഒരുപാട് തുണിയുണ്ട്. അപ്പം ഇന്ന് ആറിയിട്ടില്ലെങ്കിൽ നാളെ അതൊരു വല്ലാത്തൊരു പണിയാണ്. അപ്പം തുണി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി പെട്ടെന്നൊന്ന് ഈ സ്റ്റാൻഡും കൂടി വൃത്തിയാക്കിയിട്ട് തുണിയാറിടാൻ പോയാൽ തുണിയൊക്കെ ആറിയിട്ടിട്ടും കുറച്ചു നേരം അവിടെ ഇരിക്കാമല്ലോ. മിന്നൂട്ടിയും വരുന്നുണ്ട്. അപ്പം മിന്നൂട്ടിയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല, അവിടെ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ഷൂവിൻ്റെ സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പോവാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സ്റ്റാൻഡൊക്കെ ഭയങ്കര പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പുറത്തൊന്നും വെക്കാനും പറ്റില്ല. പുറത്ത് വെച്ചാൽ ഷൂ ഒക്കെ രാവിലേക്ക് നനഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പുറത്ത് വെക്കലേ ഇല്ല. വന്നപ്പം വെച്ചിട്ടുണ്ടായിരുന്നേ, പിന്നെ നനഞ്ഞതുകൊണ്ട് പിന്നെ വെക്കാറില്ല. അപ്പോൾ നനഞ്ഞെങ്കിൽ പിന്നെ രാവിലെ പോകുമ്പോൾ ഇട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല നനഞ്ഞെങ്കിൽ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളിൽ തന്നെയാണ് വെക്കണത്. അപ്പോൾ കുറച്ച് നാളായിട്ടോ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. പിന്നെ ഞാൻ പോയിട്ട് ഡോറ് തുറന്നിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറണ്ട് പോയിട്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു ഡിമ്മായില്ല ലൈറ്റ്, അത് കറണ്ട് പോയിട്ടാകുമ്പോൾ. ഇപ്പോൾ കറണ്ടിൻ്റെ വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും കറണ്ടിന് കിട്ടൂല. ഇപ്പം അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ അടിച്ച് ഒന്ന് തുടച്ച് അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ നേരെ ഇത് തുണിയും എടുത്തിട്ട് പോവാണ് കേട്ടോ. ഇനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് നമുക്ക് പതുക്കെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വരാം. അപ്പോൾ തുണിയൊക്കെ ഇപ്പോൾ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്.
അവിടെ മിന്നൂട്ടിയുടെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് തുണിയൊക്കെ വിരിക്കുന്നത്. അവരാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണത്. ഇതാണ് കേട്ടോ ഇപ്പോൾ മിന്നൂട്ടിയുടെ ഫ്രണ്ട്. വീട്ടിൽ വിളിക്കുന്ന പേര് ലഡു എന്നാണ്. ശരിക്കും പേര് ആര്യൻ എന്നാണ്. പിന്നെ ആദിയാണ് അവൻ്റെ ഏട്ടൻ. ഏട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തുണി വിരിച്ചിരുന്ന സമയത്ത് അവർ കളിക്കുകയല്ല, അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി. ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു രസം ഉണ്ടാക്കി. പിന്നെ മിന്നുട്ടിക്ക് കഞ്ഞി ഉണ്ടാക്കി. ഞങ്ങൾക്ക് പിന്നെ ചോറുണ്ടാക്കി. അപ്പോൾ കഞ്ഞിയാണെങ്കിൽ കുറച്ചും കൂടി വേവേണ്ട. അതുകൊണ്ട് നമ്മുടെ ചോറ് ഊറ്റിയ ശേഷം കുക്കറിൽ തന്നെ ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചു കേട്ടോ. എൻ്റെ രസം അതാ നല്ല അടിപൊളി രസമാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പിന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. രസപ്പൊടിയൊന്നും ഇടാതെ ഞാൻ പിന്നെ പല പല ഐറ്റംസ് കൂടിയിട്ട് ഉണ്ടാക്കിയൊരു രസമാണ്. പക്ഷെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് വിജയിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ചോറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ മടക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയും കൂടി ഒന്ന് മടക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു അയക്കോല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അയക്കോല് തന്നെ ഇടുന്ന തോർത്തിടാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. പെട്ടെന്ന് ഈ ചണ്ട് തോർത്തൊക്കെ നമ്മൾ മടക്കി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് വെച്ചത് അതോടൊന്ന് കെട്ടിയതാണ്. പക്ഷെ എല്ലാവരും തുണി എല്ലാം അതിനകത്തോട്ട് ഇടും. ഞാൻ എപ്പോഴും ഇത് മടക്കി വെക്കലാണ് പണി. പിന്നെയും അതേപോലെ നിറഞ്ഞിട്ട് വരും. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ചൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് മടക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം ഒന്നും മടക്കി വെക്കാൻ. നാളത്തേക്ക് ഇതേപോലെ ഉണ്ടാവും ആദ്യം. എന്നാലും നമുക്ക് ഇന്നത്തേക്കൊരു സമാധാനമാവുമല്ലോ. ആ അയക്കോല് കാണുമ്പോൾ ഒരു വൃത്തിയിൽ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ മടക്കി വെക്കുന്നത്. അങ്ങനെ അതൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മിന്നുട്ടിക്ക് ഒന്ന് കുളിക്കണം. പിന്നെ ചോറ് കഴിക്കണം. ചോറ് കഴിക്കുന്നത് പൂജയും ഹസ്ബൻഡും വന്നിട്ടാണ്. പൂജയ്ക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് സ്കൂളിൽ പോയിട്ട് അവളെയും കൂട്ടിയിട്ടേ വരും. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബൈ.